കേരളത്തിലെ ചില പ്രോജക്റ്റുകളെങ്കിലും നിർമ്മാണ കാലയളവിൽ തന്നെ മുടങ്ങിപ്പോയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അത് ഫ്രം സെലക്ഷൻ ഓഫ് റൈറ്റ് ലൊക്കേഷൻ ഓൺവേർഡ്സ്. കൃത്യമായി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള NOCസും ബിൽഡിംഗ് പെർമിറ്റും ഒക്കെ നമ്മൾ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കരസ്ഥമാക്കിയിരിക്കണം. എല്ലാ ഘട്ടത്തിലുള്ള ക്വാളിറ്റി അഷ്വറൻസസ് നമ്മൾ ഉറപ്പിക്കണം. അതായത് ഒരു പൈലിംഗ് കഴിഞ്ഞതിന് ശേഷം അടുത്ത വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ അതിന്റെ ലോഡ് ടെസ്റ്റും ഇന്റഗ്രിറ്റി ടെസ്റ്റും ഒക്കെ ചെയ്ത് അത് പ്രോപ്പർ ആണോ എന്ന് എൻഷുർ ചെയ്യണം. അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ അൺസർട്ടനിറ്റി ഉണ്ടാവാം. കൺസ്ട്രക്ഷൻ ആണല്ലോ, ചിലപ്പോൾ നെയ്ബർ ഇഷ്യൂസ് വരാം, എന്തെങ്കിലും കേസുകൾ വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോപ്പർ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി ഒരു സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ കൃത്യമായിട്ടും സമയബന്ധമായിട്ടും കൺസ്ട്രക്ഷൻ നടത്താനും പൂർത്തീകരിക്കാനും നമുക്ക് സാധിക്കും.